എത്ര കാലമാണ് മുസ്ലിമീങ്ങളെ സ്വർഗവും ഹൗറല്യങ്ങളും മദ്യപ്പുഴയും പറഞ്ഞ് പരിഹസിച്ചത്? നിർബാധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗമാണ്, ഈ മദ്യപ്പുഴയാണ്, ഈ ഹൗറല്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന തരത്തിൽ അവനവൻ്റെ സ്വന്തം മഹത്തായ ദർശനങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഊർജ്ജസ്വലത ഇസ്ലാമിനെ ഈ രൂപത്തിലേക്ക് വൾഗറായി ചിത്രീകരിക്കുന്നതിൽ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ രസകരമായൊരു വെർഷൻ പുതിയത് വന്നിട്ടുണ്ട്. അത് കാണണം. ശേഷം ഹൈന്ദവ സനാതന ധർമ്മത്തിലുള്ള സ്വർഗത്തെക്കുറിച്ച് സവിസ്തരം ബഹുമാനപ്പെട്ട ചിദാനന്ദപുര സ്വാമി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇത് വലിയൊരു പഠന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് 72 വേശ്യമാരെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം. 72 വേശ്യമാർ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 72 ഹൗറിമാരെ ഉദ്ദേശിക്കുന്നത്. അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം. കൊടുത്താൽ സ്വർഗം കിട്ടുമെന്നാണ് 10% കൊടുത്താൽ സ്വർഗം. അതെന്താ പറയുന്നത് മനസ്സിലായില്ല, എന്തിനു വേണ്ടി പറഞ്ഞെന്നറിയത്തില്ല. എന്തായിരുന്നാലും മുസ്ലിം സമ്പാദിക്കുന്നതിൻ്റെ 2% അവൻ നിർബന്ധമായിട്ടും ദാനം ചെയ്യണം. എങ്കിൽ മാത്രമേ അവൻ്റെ സമ്പത്ത് സംശുദ്ധമാവുകയുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന ഓഫറുകളെക്കുറിച്ചും അദ്ദേഹം പരിഹസിച്ച് പറയണം. ഓക്കെ, ശരി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ മാത്രമാണ് സ്വർഗം, ഹൗറല്യങ്ങൾ, മദ്യപ്പുഴ ഇതൊക്കെ ഉള്ളതെന്നാണ് ഇക്കാലം അത്രയും പരിഹസിച്ചും കളിയാക്കി നടന്നത്. എന്തുകൊണ്ടാണ് ആ സമൂഹം, ഇപ്പം നമ്മുടെ 82% ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ വേദത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനമില്ലാതിരുന്നതും എന്താണ് ആ ദർശനം പറയുന്നതെന്ന് പോലും കൃത്യമായി അറിയാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആചാര്യന്മാരെന്ന് വിളിക്കുന്നവർക്ക് പോലും കൃത്യമായി സനാതനധർമ്മം എന്താണെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും സനാതനധർമ്മത്തെ നിർവചിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം ബ്രിയത് പ്രിയം ബ്രിയത് ന ബ്രിയത് സത്യം പ്രിയ പ്രിയം ചാനർത്ഥം ഏകേക്ഷ സനാതന. ഇതാണ് സനാതനധർമ്മം. ഇനി സ്വർഗത്തെക്കുറിച്ച് ഹൈന്ദവ ദർശനത്തിൽ എന്താണ് പറയുന്നത്? സവിസ്തരം ബഹുമാനപ്പെട്ട ചിദാനന്ദപുര സ്വാമി, എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് ഒന്ന് സാഗൂതം വീക്ഷിക്കാം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലെ മറ്റു പല ധർമ്മങ്ങളിലും സ്വർഗമുണ്ട്. സ്വാമിജിയുടെ അഭിപ്രായത്തിൽ സ്വർഗം ഉണ്ടെന്നാണോ അതോ ഇല്ലെന്നാണോ? സ്വർഗത്തെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഒന്നറിയാം, സ്വർഗത്തെ കുറിച്ചുള്ള വർണ്ണന ഹൈന്ദവ പുരാണങ്ങളിൽ നിറയുണ്ട്. ഈ പുരാണങ്ങളിലൊക്കെ നിറയെ ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഒരു അല്പം, ഒരു പൊടി പോലും ഈ പറയപ്പെട്ട സമൂഹങ്ങൾക്ക് അറിയാതിരുന്നിട്ടാണ്, അല്ലെങ്കിൽ അവർ അറിയാത്തതിൻ്റെ പേരിലാണ് മറ്റ് സമൂഹങ്ങളെ ഇക്കാലം അത്രയും പരിഹസിച്ചത്. അവർ പൂർണ്ണാർത്ഥത്തിൽ വിചാരിച്ചത് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റും അത് അവരുടെ മനസ്സിൻ്റെ പരുവത്തിനനുസരിച്ച് മിഥ്യയാകട്ടെ സത്യമാകട്ടെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ നമ്മുടെ ദർശനത്തിൽ ഉണ്ടോ ഇല്ലേ എന്നെങ്കിലും ഒന്ന് പരിശോധിക്കാതെ മറ്റ് സമൂഹങ്ങളെ കളിയാക്കി പരിഹസിച്ച് കാലം അത്രയും നടന്നു. പക്ഷേ ഇപ്പോൾ അവരും പറയേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പലതരം സ്വർഗങ്ങളുണ്ട്. ഒരു ജാതി സ്വർഗമൊന്നുമല്ല. ഹിന്ദുക്കൾ സമ്പന്നന്മാരാണ്. മുസ്ലിങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ സമ്പന്നരാണ്. സ്വർഗത്തിന്റെ അനുരാഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സമ്പന്നരാണ്. എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടോ. ജാതി സ്വർഗങ്ങളാ. എന്തൊക്കെയാ അവിടെ തിന്നാനും കുടിക്കാനും അറിയോ വർണ്ണിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ്? കുന്ന് പോലെ ചോറ്, കുത്തരിയുടെ ചോറ് കുന്നോളം. കുത്തരിയുടെ അത് തിന്നാ ഷൂറ് പോലും വരത്തില്ല, അങ്ങനത്തെ ചോറ. കുന്നോളം ഉണ്ടെന്നാ പറയുന്നത്. പലതരം അപ്പങ്ങള്, പലഹാരങ്ങള്, കറികള്, ഉപ്പേരികള്, സൂപ്പുകൾ, അത് ഇത്. പക്ഷേ പിന്നെന്താ സ്വാമി ഒരു പക്ഷേ? അവിടെ വിശപ്പും ദാഹവും ഉണ്ടാകില്ല. വിശുദ്ധമായ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹയുടെ 118-ാമത്തെ വചനം ഇന്നലക്ക അല്ലാ തജൂ ഫിഹ വല തഅറ. സ്വർഗീയ നിവാസികൾക്ക് വിശപ്പുമില്ല ദാഹമില്ല എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ചിദാനന്ദപുര സ്വാമി വേദം എന്താണോ നിർവചിക്കുന്നത് അതിന് കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ അല്ലേ? ഹിന്ദുക്കളുടെ സ്വർഗത്തില് ഈ ഇവരുണ്ടത്രേ, ഗന്ധർവന്മാര് പാട്ടുപാടാൻ, ഹൂറന്മാര്, അപ്സരസുകളുണ്ടത്രേ നൃത്തം, ഹൂർലിയങ്ങള്, ഹൂറും മക്സൂറാത്തും ഫിൽ ഖിയാം, ഹൂറും മക്സൂറാത്ത്, സൂറത്തുർ റഹ്മാൻ, ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. തരുണീമണികളായ സ്ത്രീകൾ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ചിദാനന്ദപുര സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഒരു സുഖയത്തി എനിക്കറിയില്ല കേട്ടോ, വർണ്ണന വായിച്ചതായി പറയണത്. ഇതൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലേ, പിന്നെ അവിടെ പോണത് കാണാൻ. ഇതൊരു ചോദ്യമാണ്. ഇത് ബഹുമാനപ്പെട്ട ആക്ടർ സെലിം കുമാർ സാറിനുള്ള മറുപടിയാണ്. ഇതൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? കാണാൻ കൊള്ളാത്ത പെണ്ണുങ്ങളുണ്ട്, നല്ല മദ്യമുണ്ട്, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, പാലുണ്ട്, പിന്നെ അതിന് അങ്ങോട്ട് പോകണമെന്ന് അല്ലേ? മുമ്പ് ബഹുമാനപ്പെട്ട സെലിം കുമാർ സാറ് ചോദിച്ചു. സാറേ, അന്ന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൻ്റെ വലിയ പർദീസയാണ് മനുഷ്യൻ. ഇപ്പം ഇവിടെ പല ആളുകളും കള്ളു കുടിക്കുന്നു, പെണ്ണു പിടിക്കുന്നു, മനുഷ്യരെ ദ്രോഹിക്കുന്നു, മോഷണം നടത്തുന്നു. ഇതൊന്നും നടത്താതെ ഞാനിവിടെ ജീവിക്കുന്നതിന് എനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഒരു കുപ്പിപ്പാല്,
ഒരു കുപ്പി പാലിനാണെങ്കിൽ ഇവിടുത്തെ അമ്മിണി ചേച്ചിയൊക്കെ പറഞ്ഞാൽ അമ്മിണി ചേച്ചി പാൽ കൊണ്ട് തരത്തില്ലേ? ഞാൻ ഇതെല്ലാം ത്യജിച്ച് കഴിയുമ്പോൾ എൻ്റെ ആഗ്രഹത്തിൻ്റെ പാരമ്യത്തിൽ എനിക്ക് തരണം. ഞാൻ കണ്ണൊഴിവാക്കി പാല് കുടിക്കുമ്പം അത് ത്യജിച്ചതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൻ്റെ അപ്പുറം എനിക്ക് തരണം. ആഹാ, ഒരു കുപ്പി പാലിനാണെങ്കിൽ പിന്നെ ഇവിടുന്ന് തന്നെ ചെയ്തൂടെ? അപ്പോൾ ഇവിടുന്ന് പെണ്ണും പിടിക്കാം, കള്ളും കുടിക്കാം, പാലും കുടിക്കാം. അതുപോലെ അല്ല, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൻ്റെ 2.5% ഞാൻ ഒരു കാര്യമില്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, ദാനം ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടണ്ടേ? അതും എൻ്റെ ആഗ്രഹത്തിനപ്പുറം. ഒരു ഗ്ലാസ് തേനോ ഒരു ഗ്ലാസ് പാലോ തരുന്നുണ്ട് എന്തർത്ഥമുള്ളൂ? അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ഏതായാലും ഉണ്ട്, സ്വർഗമുണ്ട്. സ്വർഗമുണ്ട് ഇല്ല, നരകമുണ്ട്. നരകമുണ്ട്. പല ജാതിയുണ്ട്. 10, 24, 28 നരകമുണ്ട്. എത്ര നരകമാണ്? 10, 28 നരകമുണ്ടെന്നാ പറയുന്നത്. ഹിന്ദുക്കൾക്ക് ഒരു നരകമല്ല. അതിൽ ഈ ഊരി പിടിച്ച വാളിന്റെ നടുവിലൂടെ നടക്കണ നരകമൊക്കെ ഉണ്ട്. അസിപത്ര ഗാനനം അതുണ്ട്. അതുകൊണ്ട് തമാശ പറയല്ല, മുഴുവൻ അസിപത്ര ഗാനനം. ഈ നിവർത്തി വെച്ച വാള് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഓടിക്കുക, തലമുടിയുടെ മുകളിൽ കൂടെ ഓടിക്കുക, അടിയില് തിളച്ച കഫം പിത്തം ഒക്കെ ആയിട്ട്. നമ്മള് മദർസക്കാലം പോലെ പഠിപ്പിച്ചെടുക്കും. ഒരു മുടി 7 കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ കൂടി നടത്തിയിട്ട് പറഞ്ഞില്ലേ, നേരിയ പാലത്തിലൂടെ നടത്തുമെന്നാണ്. എവിടെങ്കിലും വല്ല വ്യത്യാസം കാണുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ? പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നീന്തിക്കുക, കുടിപ്പിക്കുക, എന്തൊക്കെയാ ഭഗവാനെ, വയ്യ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടല്ലോ അല്ലേ? എന്നിട്ടും ഒരു സ്വാമി വന്നിട്ട് വീണ്ടും പൊലമ്പുന്ന എന്താണെന്ന് നോക്കിയേ. മോശം വേണോ അതോ 72 വേശ്യകന്മാരോട് കിടക്കണോ എന്ന് അത് മനസ്സിലാക്കണം. തിരിച്ചു വരിക. എന്റെ മിത്രങ്ങളല്ലേ നിങ്ങൾ തിരിച്ചു വരണം. വരാം. ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയാ. എൻ്റെ പൊന്നാറ സ്വാമി ചിദാനന്ദപുര സ്വാമി പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞ സാധനമൊക്കെ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്, നമ്മുടെ വേദത്തിനുണ്ടെന്നാ പറഞ്ഞത്. ഇനി എങ്ങോട്ട് വരാൻ? ഇവിടെ തന്നെ ഇന്നാ പോരെ? ഇവിടെ ഇന്നാലും കിട്ടും, അവിടെ ഇന്നാലും കിട്ടുമെന്നാ ഇപ്പൊ പറഞ്ഞത്. എന്ത് കഷ്ടമാണ് പൊന്നാറ സ്വാമിയെ.